കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലൈവായിട്ട് ഓരോ പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് കാണിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അപ്പോ എൻ്റെ പ്രിയപ്പെട്ട രാജീവ് സാർ, നമ്മുടെ എല്ലാവരുടെയും അപ്ലൈൻ കൂടിയായിട്ടുള്ള രാജീവ് സാറിന്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. എല്ലാ തിങ്കളാഴ്ച ദിവസവും ഞാൻ പറയുന്ന കേൾക്കാലോ അല്ലേ സർ? കേൾക്കാം ഹലോ. കേൾക്കാം കേൾക്കാം കേട്ടോ, കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ DXന്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ MHMS പ്രോഗ്രാം മെയിൻലി പുതിയ ആളുകൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ചില വ്യക്തിത്വങ്ങള് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്ത് ഒരു ടീയോ അല്ലെങ്കിൽ ഒരു സ്പെർലിനായോ ഒരു സോപ്പോ പേസ്റ്റോ വാട്ടെവർ ഇറ്റ് ഇസ് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുത്ത് യൂസ് ചെയ്ത ആളുകളും ഒരു പക്ഷെ കൂടുതലായിട്ട് ഇതേക്കുറിച്ച് ക്ലാസ് ഹാൾ മീറ്റിങ്ങിന് പോകാനോ മറ്റ് ചേംബേഴ്സ് അറ്റൻഡ് ചെയ്യാനോ ഒക്കെ പറ്റാത്ത ആളുകളും ഈ മീറ്റിംഗ് കേൾക്കുന്നുണ്ടാവാം. അവരെയൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഞാനൊരു പുതുമുഖം, പുതിയ ആളുകളായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എൻ്റെ ഇന്നത്തെ ഈ സംസാരത്തില് ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ DXN കമ്പനി എന്നാണ്. ഇത് എന്തായാലും ഒരു ബിസിനസ് ആണെന്ന് നമുക്കറിയാം അല്ലെ? ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഏതെങ്കിലും ഒക്കെ കമ്പനികളുടെ ബിസിനസിന്റെ പ്രൊഡക്റ്റുകൾ, ബിസിനസിന്റെ ഫലമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡെയിലി ലൈഫ് കഴിഞ്ഞു പോകുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫാമിലി എല്ലാവരും. അപ്പൊ അവിടെ DXN എന്ന കമ്പനി, ഡെക്സൻ വിശ്വാസയോഗ്യമായത് എന്ന മീനിങ് ഉള്ള DXN എന്ന കമ്പനിയുടെ അതിന്റെ കമ്പനി എന്താണ്, വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണോ, അങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, കുറച്ച് പേർക്ക് ഉണ്ടാവും. പിന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് ജെന്യുവിനായിട്ടാണോ കിട്ടുന്നത്, നല്ല രീതിയിൽ നല്ല ഹൈജീനിക് ആയിട്ടാണ്, നീറ്റായിട്ടാണോ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്, ഈ പ്രൊഡക്റ്റിനെ വിശ്വസിക്കാമോ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചിന്തകള് പലയിടത്തും പല ആളുകൾക്കും ഉണ്ട്. എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവം, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതാണ് കുറച്ച് സമയം ഞാൻ അതിനായി ചെലവഴിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എന്താണ് ഈ പ്രൊഡക്റ്റിന് ഇത്രയും സുപ്പീരിയോറിറ്റി? ധാരാളം കമ്പനികളുടെ ധാരാളം സെയിം പേരുള്ള പ്രൊഡക്ട്സുകൾ ഉണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് DXന്റെ പ്രൊഡക്റ്റുകൾക്ക് ഇത്രയും അധികം ഇമ്പോർട്ടൻസ് വരുന്നത്? ഉപയോഗിക്കുന്നവർ തന്നെ വീണ്ടും 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 വാങ്ങി ഉപയോഗിക്കുന്നത് എന്താണ്? പണ്ട് മുതലേ തന്നെ റെഗുലർ ആയിട്ട് RG, GL, സ്പൈർലിന, നോനി ഉപയോഗിക്കുന്നവർ ഇന്നും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അപ്പൊ ഫുഡ് സപ്ലിമെന്റ് മാത്രമാണോ DXN കമ്പനിക്കുള്ളത്? അല്ല. കറക്റ്റ് ബിസിനസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡേ ടു ഡേ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം പ്രോഡക്റ്റുകളും DXN കമ്പനി DXNിലൂടെ ഒരു ആൾക്ക് ലഭ്യമാണ്. അപ്പൊ അതേക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നു. ദെൻ എന്താണ് ഇതിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സാമാന്യം ഇത്തിരി വില കൂടുതലുള്ള പ്രൊഡക്റ്റുകളാണെന്ന് തുടക്കക്കാർക്ക് തോന്നും. ഇത്രയും വില കൂടിയ പ്രൊഡക്റ്റുകൾ എങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലെ പൈസ കൊടുത്ത് ഇങ്ങനെ മേടിക്കും എന്നുള്ള ചില ചിന്തകൾ കാരണം അവര് വീണ്ടും വാങ്ങാതെ ഇരിക്കുന്നുണ്ട്. കാരണം മിക്ക ആളുകളും ഈ വളരെ ചിട്ടയായിട്ട് ഒന്നുകിൽ സർക്കാർ ജോലി ചെയ്യുന്നവരായിരിക്കാം, അതല്ല എങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമുക്കൊരു വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ജോബിനെ ആശ്രയിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ പ്രൊഡക്റ്റുകൾ എങ്ങനെ കമ്പനിയുടെ പൈസയിൽ നിന്ന് തന്നെ മേടിക്കാം? അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ശരിക്കും മാർക്കറ്റ് ചെയ്യേണ്ടത്. DXന്റെ മാർക്കറ്റിംഗ് പ്ലാനാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിനങ്ങോട്ട് പറയാനുള്ളത്. പിന്നെ ഈ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് നമുക്ക് ഈ പ്രോഡക്റ്റാണ് ഇമ്പോർട്ടന്റ് അല്ലെ? ആ പ്രൊഡക്റ്റുകൾ ഇത്രയും പ്രാധാന്യം അനുസരിക്കുമ്പോൾ അതിന്റെ മാർക്കറ്റിംഗ് പ്ലാനോടുകൂടി ചേർന്നുകൊണ്ട് എങ്ങനെ ഇത് ലൈഫ് സക്സസ് ആക്കാം, നമ്മുടെ ലൈഫ് എങ്ങനെ സക്സസ് ആക്കാം, നമ്മുടെ ഫാമിലിയുടെ ലൈഫ് എങ്ങനെ സക്സസ് ആക്കാം, നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ അടുത്തുള്ളവര്, അയൽപ്പക്കക്കാര്, ബന്ധുക്കള്, അവർക്കൊക്കെ ഒരു വഴികാട്ടിയാക്കി കൊടുക്കാം. അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ DXന്റെ ഈ ഒരു വാക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് അർത്ഥവത്തായ പേരാണ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതെന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കുക. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന മേഖലയല്ല. അയ്യോ ഞാനോ ബിസിനസ്സോ അല്ലെ? ഇപ്പൊ നമ്മളെല്ലാം
ഏതെങ്കിലുമൊക്കെ ബിസിനസിന്റെ ഭാഗമാണ് എന്ന് പ്രിയപ്പെട്ടവർ ഓർക്കുക. ആ ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ അതിന്റെ വെൽത്ത് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കയ്യിൽ എത്തുന്നത്, വേറൊരു കയ്യിലിരിക്കുന്ന സാധനം എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെത്തുന്നത്, ഇതെല്ലാം ഏത് രീതിയിലാണ് എന്നൊക്കെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ ഞാൻ ഒന്ന് രണ്ട് സ്ലൈഡുകൾ ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലത് ഞാൻ വേഗം തന്നെ അടിച്ചു കളയും. അപ്പോ ഈ DXN നമ്മളിലേക്ക് കൊണ്ടുതന്ന മഹത് വ്യക്തിത്വങ്ങളെ നമ്മൾ അറിയണം. 1993 മുതൽ DXN നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ ലിംസിയോജിൻ, അദ്ദേഹമാണ് മലേഷ്യയില് നമ്മുടെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഡോക്ടർ ലിംസിയോജിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യക്കാർക്ക് ഇത്രയധികം പ്രിയപ്പെട്ടവനായി അദ്ദേഹം മാറിയത്? അദ്ദേഹം IIT, നമ്മുടെ ഇന്ത്യയില് IIT ഖരഗ്പൂർ IITയില് ബാച്ചുലർ, ഞാൻ അവിടെ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഫോട്ടോ എടുത്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ധാരാളം അച്ചീവ്മെന്റ് നേടിയ ഒരാളാണ്. IITയുടെ ഒരു ആൾ ഇപ്പോഴത്തെ തലമുറയിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗിനും ഒക്കെ IITയിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം സ്കിൽ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇന്ത്യൻ ബോർഡ് ഓഫ് ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് ഓഫ് സയൻസും അതുപോലെ PhD ഒക്കെ നേടിയ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് നമ്മുടെ ഫൗണ്ടർ. അദ്ദേഹം നമ്മുടെ ഫൗണ്ടറായിട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പിലൂടെ, അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിച്ച് ഡോക്ടർ രത്ന വസുപാലും വസുപാലയ്യയും അദ്ദേഹത്തിൽ നിന്നാണ് ഇതിന്റെ ബാലപാഠങ്ങൾ, ഇതിന്റെ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. ആ വിശ്വസ്തതയാണ് ഇവിടെ മുന്നിൽ നിൽക്കേണ്ടത്. അത് തന്നെയാണ് DXN എന്ന വാക്കിന്റെ അർത്ഥവും. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഡോക്ടർ S രഞ്ജനാണ്. അദ്ദേഹം പലപ്പോഴും എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പുതിയ ആൾക്കാരല്ലാത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ മുൻ പ്രസിഡന്റന്മാരുടെ കാർഡിയോളജി ഡോക്ടറാണെന്നും. അദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടറാണ്, കാർഡിയോളജി സർജൻ ആണ്. എന്നിട്ട് കൂടി അദ്ദേഹം ഒരു സൈഡായിട്ട് DXNന്റെ പ്രൊഡക്റ്റുകളെ ഫോക്കസ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് DXNല് ഇന്ന് അദ്ദേഹം ഒരു നല്ല പൊസിഷനിൽ എത്തിയിരിക്കുന്ന വ്യക്തിത്വമാണ് എന്ന് നമ്മൾ ഈ സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കാം. നോക്കൂ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനില് അദ്ദേഹം മറ്റു ഡോക്ടേഴ്സിനും അതുപോലെ നമ്മുടെ പ്രൊഫസറും നമ്മുടെ ഡോക്ടർ രത്ന വസുപാലൊക്കെ ഇരിക്കുന്ന ഈ വേദിയില് നമ്മളുടെ ഈ ഗാനോഡെർമയെ കുറിച്ചും അല്ലെങ്കിൽ DXNന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചും ഒക്കെ സംവദിക്കുന്ന ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തുന്നത് ഞാൻ നോക്കൂ, അവിടെ കൊടുത്തിട്ടുണ്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റവും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റവും. ഇപ്പൊ നിങ്ങൾ ധാരാളം പരസ്യത്തിൽ വെച്ചുകൊണ്ട് ധാരാളം പരസ്യം നമ്മൾ TV കാണും അല്ലെ. പല ബിസ്ക്കറ്റുകളുടെ ആയാലും സോപ്പായാലും പേസ്റ്റ് ആയാലും കളറുള്ള പേസ്റ്റ് ആയാലും എല്ലാത്തിന്റെയും പരസ്യം നമ്മൾ കാണും. ആ പരസ്യക്കാരിലൂടെ നമ്മുടെ പലതരത്തിലുള്ള തട്ടുതട്ടലായിട്ടുള്ള വിതരണക്കാരിലൂടെ ഒരു കൺസ്യൂമറിലേക്ക് കമ്പനിയിൽ നിന്നൊരു പ്രൊഡക്റ്റ് എത്തുമ്പോൾ ആ കൺസ്യൂമറിൽ നിന്നാണ് മറ്റുള്ള ആളുകൾ എല്ലാം കൊടുക്കാനുള്ള പൈസ മേടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 5 രൂപ ഒരു മേക്കിംഗ് കോസ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഒരു കൺസ്യൂമറിൽ, നമ്മുടെ പേര് പറയാൻ പാടില്ല, ഒരു പ്രൊഡക്റ്റ് 25 രൂപയ്ക്ക് മേടിക്കുന്നുവെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് ആ കൺസ്യൂമറിലേക്ക് എത്തുന്നത് വഴി ധാരാളം ഇടനിലക്കാർക്കെല്ലാം തന്നെ അതിനൊരു പൈസ കൊടുക്കണം, അല്ലാതെ അവരെല്ലാം കുടുംബം പോറ്റുന്നവരാണ് അല്ലെ. ഇവിടെ പരസ്യത്തിലൂടെയും മറ്റ് ഇടനിലക്കാർക്കും എല്ലാം കൊടുക്കേണ്ട പൈസ ഒരു കൺസ്യൂമറിൽ നിന്ന് ഈടാക്കുമ്പോൾ അതേപോലെയുള്ള മറ്റൊരു സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം. അതായത് എവിടെ നിന്നാണോ മാനുഫാക്ചർ ചെയ്യുന്നത് അവിടെ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്ന സിസ്റ്റമാണ്. ഇവിടെയും പരസ്യം പറയുന്നത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, യൂസേഴ്സ് ആണ്. ആരാണോ അത് കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, പുറത്തായാലും അകത്തായാലും വീട്ടിലായാലും ഉപയോഗിക്കുന്നത് ആരാണോ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി അവരെ വിശ്വാസമുള്ളവരിലേക്ക് അവരായിട്ട് കൊടുക്കുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് അല്ലെ. ചിലരടുത്ത് അവരുടെ ടെസ്റ്റിമോണിയൽസ് ആയിരിക്കും. അങ്ങനെ കൊടുക്കുന്ന സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ നമ്മൾ ചിലവരോട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ചിലവർ പറയും അത് ചെയിൻ അല്ലേ എന്ന് പറയും അല്ലെ. അത് ചെയിൻ എന്ന് പറയുമ്പോൾ മണി ചെയിൻ ആണോ അല്ലാത്ത ചെയിൻ ആണോ ഒന്നും നമുക്കറിയില്ല. എന്നോടൊരു പറഞ്ഞിട്ടുണ്ട് ചെയിൻ അല്ലേന്ന്. ഈ ചെയിൻ അല്ലേ എന്ന് പറയുന്നതിന്റെ അർത്ഥമൊന്നും എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. കാരണം എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അമ്മമാർ ഇങ്ങനെ അതും ഒരു ചെയിൻ തന്നെയാണ് അല്ലെ. നമ്മളും സഹോദരങ്ങൾ, ഒരു സുഹൃത്ത് ബന്ധം ഒരു ചെയിനാണ്. ഏതൊരു സിസ്റ്റം എടുത്താലും, ഈവൻ നമ്മുടെ ഫുഡ് എടുത്താൽ തന്നെയും അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എടുത്താൽ തന്നെയും എല്ലാം അങ്ങനെ ഒരു
കോർത്തിണക്കിയ ഒരു സംഭവമാണ്. ആ കോർത്തിണക്കാതെ ഒരു ബന്ധം കീപ്പ് ചെയ്യാതെ എങ്ങും എവിടെയും വിജയിക്കത്തില്ല. ഇനി അതാണോ ചെയിൻ എന്ന് എനിക്കറിയത്തില്ല. അതോ ഇനി മണി ചെയിൻ ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ കുറെ പൈസ കൊടുക്കണം, അത് 10 ഇരട്ടിയാവും 5 ഇരട്ടിയാവും, കുറെ പേര് പൈസ കൊടുക്കും. ആ പൈസ കൊടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കില്ല. ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതി, നിങ്ങൾ ഇത്ര പൈസ ഇട്ടാൽ മതി, അത് നിങ്ങൾക്ക് ഇരട്ടിച്ച് തരും, അങ്ങനെയൊക്കെ പറയുന്ന കുറെ കമ്പനികളുടെ കാര്യവും ഞാൻ കേട്ടിട്ടുണ്ട്. ചില ബൈനറി കമ്പനികളുടെ കാര്യം കേട്ടിട്ടുണ്ട്. അവിടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആഡ് ചെയ്ത് അതിനകത്ത് ലെഗ് ബാലൻസ് കയറണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ DXന്റെ ഒരു സിസ്റ്റം കറക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്, എന്തിനാണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു സാധനം വാങ്ങിയാൽ നമ്മൾക്ക് ആരാണോ തരുന്നത് അവരോട് നമുക്ക് കറക്റ്റ് കൂറുണ്ട്, നമുക്ക് ചോദിക്കാം അല്ലെ. 100% ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. കാരണം എന്താ, ഇത് നമ്മൾ നേർക്ക് നേരെ കിട്ടുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ റെഫർ ചെയ്ത് കിട്ടുന്ന ഒരാളാണ്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. നോ ഏജിങ് ബാർ. ഇവിടെ എങ്ങനെ ഇത്ര പ്രായമുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാവൂ, ഉപയോഗിക്കാവൂ, കൊടുക്കാവൂ, അങ്ങനെയൊന്നുമില്ല. നോ റിട്ടയർമെന്റ്. നമുക്ക് എത്ര കാലം നമ്മുടെ മനസ്സിന് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടോ അത്രത്തോളം കാലം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ തരുന്ന ഈ എഡ്യൂക്കേഷൻ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചായാലും, കമ്പനിയെ കുറിച്ചായാലും, മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചായാലും, മാർക്കറ്റിംഗ് മെത്തേഡിനെ കുറിച്ചായാലും, ബിസിനസ് രീതിയെ കുറിച്ചായാലും എല്ലാം നിങ്ങളുടെ മുമ്പിൽ തന്നെ. ഇപ്പൊ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് എവിടെ നടക്കുന്ന കാര്യവും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നു. ഇതെല്ലാം ഈ എന്താണ്, അങ്ങനെയുള്ള ഒരു പക്ക പ്യുവർ ആയിട്ടുള്ള കമ്പനിയാണ്. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇവിടെ തന്നെ നമ്മുടെ ഗവൺമെന്റ് തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാനിത് കാണിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഇത് കേട്ടുകേൾവിയല്ല, ഇത് നിങ്ങൾ നേരിട്ട് കാണണം, ഇത് മനസ്സിലാക്കണം. ഇത് പല തട്ടുകളായിട്ട് പലരിലൂടെ വിപണന രീതി വളരെ പക്കായായിട്ട് വളരെ സത്യസന്ധമായി പോയാൽ മാത്രമേ വീണ്ടും 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 ആളുകൾ ഇത് ഉപയോഗിക്കുകയുള്ളൂ, വീണ്ടും വീണ്ടും അത് നേരിൽ കാണുള്ളൂ. അതിനായി ടാക്സ് സിസ്റ്റം, ഗവൺമെന്റിന് അല്ലെങ്കിൽ അതോറിറ്റി ആരാണോ അവർക്ക് കറക്റ്റായി ടാക്സ് വരെ പേയ്മെന്റ് ചെയ്യുന്ന, കറക്റ്റ് ഒരു പ്രൊഡക്റ്റ് ഒരു സ്റ്റോക്ക് പോയിന്റിൽ നിന്ന് വാങ്ങിച്ചാൽ കറക്റ്റ് GST ബില്ല് നൽകുന്ന ഒരു സിസ്റ്റം, അതുപോലെ തന്നെ ഗവൺമെന്റിന് അത്രയും സപ്പോർട്ട് കൊടുക്കുന്നെന്ന് വെച്ചാല് ആ കേരളത്തിൽ 2025 ആകുമ്പോഴേക്കും ഏകദേശം നല്ല ഒരു എന്താ പറയാ, നല്ല ഒരു കോടിക്കണക്കിന് നമ്മുടെ ടേൺ ഓവർ കൂട്ടാൻ സഹായിക്കുന്നത് ഇതേപോലെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് പഴയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇവിടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണെന്നും ടേൺ ഓവർ എത്രയാണെന്നും. അപ്പോൾ നമുക്ക് സാധ്യത കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയില് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയില്, ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും എന്താണ് ഇതിന്റെ സാധ്യത കൂടുതലാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇത് ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കേട്ടിട്ടൊന്നും അത്ര അങ്ങോട്ട് കത്തുന്നില്ല എന്നൊക്കെയുള്ള ചില തോന്നലുകൾ എനിക്കൊക്കെ ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് കേൾക്കാൻ നിൽക്കുമ്പോൾ കമ്പനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് മനസ്സിലായി, അത്രയും ജെനുവിൻ ആണ് എന്ന് വിത്ത് സോളിഡ് പ്രൂഫ് ഒരാളെ കാണിക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസം ഉണ്ടാവുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈ ഗവൺമെന്റ് സപ്പോർട്ട്, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. ഏകദേശം 9,000 crore അത്രയും റവന്യൂ ടിൽ എത്രയാണ് 2025. ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മുടെ ഫ്യൂച്ചർ ബിസിനസ് ആണ് എന്ന് പറയുന്ന ഒരു സ്ലൈഡാണ് നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചേക്കുന്നത്. കാരണം ഈ വരുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര പേർക്കാണ് ഗവൺമെന്റ് ജോലി കിട്ടുക? നമ്മുടെ രാജീവ് സാറൊക്കെ ബിനീഷ് സാറൊക്കെ നമുക്ക് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അതിനകത്ത് വളരെ അധികം, ഇത് 100% ആൾക്കാർ എടുക്കുവാണെങ്കിൽ 30% ആൾക്കാരാണ് തൊഴില്, ബാക്കി 70% തൊഴിലില്ലാത്തവരാണ്, പ്രൈവറ്റ് സെക്ടറിലാണ്. പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ഇനിയിപ്പോ റോബോട്ടിക് സിസ്റ്റം ഒക്കെ അങ്ങോട്ട് വന്നു തുടങ്ങുന്നു, AI ഫെസിലിറ്റീസ് ഒക്കെ വന്നു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ജോലി സാധ്യത കുറയാണ്. പതിയെ പതിയെ അത് പാർട്ട് ടൈമിലേക്ക് പോവാണ്. പിന്നെ പലരും വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് പതിയെ പതിയെ സാലറി ഒക്കെ കുറച്ച്, അങ്ങനെ ആളുകൾക്ക് ഇനി വരാൻ പോകുന്ന ഈ യൂത്തിന് അവര് നിലനിൽക്കണം എങ്കിൽ, അവരുടെ ഫിനാൻഷ്യൽ ഒരു ഫ്രീഡം അവർക്ക് ലഭിക്കണം എങ്കിൽ അവരുടെ ഒരു ഭാഗം എന്തു തന്നെ ആയിരിക്കണം, അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അവര് ഈ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്രയും സപ്പോർട്ട് നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ഒന്ന് നോക്കുക, നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ
APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഓഫ് 21st സെഞ്ച്വറി. അല്ലെ, 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. യൂത്തുകൾ ഇതിൽ ഇൻവോൾവ് ആകണം. ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കംപ്ലീറ്റ് സ്കില്ലുകൾ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആ യൂത്ത് ആണ് അടുത്ത ഒരു അവരുടെ ഏർണിംഗ് മെമ്പറായിട്ട് മാറുന്നത്. അപ്പോ ഒരു ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ യൂത്തും അവർ എഡ്യൂക്കേഷനോടൊപ്പം 18 വയസ്സ് കഴിഞ്ഞാൽ എഡ്യൂക്കേഷനോടൊപ്പം അവർക്ക് കിട്ടുന്ന ഒരു ജോബിനോടൊപ്പം ഒരു സൈഡ് ഇൻകം ആയിട്ട് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നതാണ് നല്ലത് എന്ന് നമ്മുടെ മുൻ പ്രസിഡന്റ് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അല്ലെ, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇനി എനിക്കൊരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുള്ളൂ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോ ഡയറക്ട് സെല്ലിങ്ങിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ അപ്പോൾ അടുത്ത സ്ലൈഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, DXN ഈസ് എ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ മൂവ് ചെയ്യുന്നത്. ഒരു കമ്പനി ബിസിനസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് സർവീസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിരിക്കും. നമ്മുടെ DXN കമ്പനി മൂവ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് മൂവ് ചെയ്യുന്നതിന് ഞാൻ 1-2 പേരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, പ്രൊഡക്റ്റ് മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് ടീച്ചറെ, ഞങ്ങൾക്കത് പറ്റില്ല. ഏതെങ്കിലും ആളുകൾ പ്രൊഡക്റ്റ് മൂവ് ചെയ്തത് കൊണ്ടല്ലേ അവരവരുടെ വീട്ടിലെ അരി ഉണ്ടാവുന്നത്, ഗോതമ്പ് മേടിക്കാൻ പറ്റുന്നത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, എന്ത് സാധനവും, വയറിങ്, വീട്, ബെഡ്, ഡ്രസ്സ് എല്ലാം എന്തിന്റെ ഭാഗമാണ്? ഇതെല്ലാം ഒരു പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് അതിന്റെ സ്കിൽ അനുസരിച്ച് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകുന്നതാണ്. അപ്പൊ അതിന് നമുക്കൊരു ഒരു വിഷയവുമില്ല. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ വിഷമിക്കേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ സ്ലൈഡ് ഇടുന്നുണ്ട്. ഒപ്പത്തിൽ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളുക. ഇതാണ് ഗാനോഡെർമ ലൂസിഡം എന്ന് പറയുന്ന, ഇത് നമ്മുടെ കിങ് ഓഫ് ഹെർബ് ആണ്. അതായത് നമ്മുടെ ഔഷധങ്ങളുടെ രാജാവ് എന്ന് പറയുന്നു. ഗാനോഡെർമ ലൂസിഡം എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. പണ്ട് പുരാതന കാലം മുതൽക്ക് തന്നെ ഇത് ചൈനീസ് മെഡിസിനിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹെർബാണ് കേട്ടോ. അപ്പൊ ഈ ഹെർബിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലാണ്. ഈ കമ്പനി പ്രൊഫൈലില് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാലും ഞാൻ എന്ത് ചെയ്താണ്, ഇതൊരു സ്ലൈഡുകൾ ഞാൻ ഇട്ട് തന്നതാണ്. അതുപോലെ ഇതേക്കുറിച്ചുള്ള ധാരാളം ലിറ്ററേച്ചറുകളുണ്ട്, എഴുത്തുകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം. ഇത് കളക്ട് ചെയ്യുന്ന എന്നെ കേൾക്കുന്ന ഈ ഗ്രൂപ്പില്, ഈ മീറ്റിംഗില് ഇതിന്റെ ലീഡേഴ്സും ഉണ്ടാവാം. നിങ്ങളുടെ കൂടെ കുറെ ടീമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാകാം. ആ അസോസിയേറ്റ് ചെയ്ത ആളുകളെ, പുതിയ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവാം. ആർക്കായാലും ഞങ്ങൾ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള, ഞങ്ങൾ കണ്ടിട്ടുള്ള ഈ സാധനം ഇതാണ്, ഗാനോഡെർമ ലൂസിഡം ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചറുകൾ ഇത് നിങ്ങൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ നിങ്ങൾക്ക് ഇതെല്ലാം നമുക്ക് കൈപ്പിടിയിലാണ്. അത്രയും സപ്പോർട്ടാണ് DXന്റെ കാര്യങ്ങൾ. DXന്റെ ഓൺലൈനിലായാലും DXന്റെ വെബ്സൈറ്റിലായാലും വീഡിയോയും അതുപോലെ ഇമേജസും എല്ലാം നമുക്ക് കിട്ടും. ഇഷ്ടംപോലെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഗാനോഡെർമ ലൂസിഡം എന്ന ഈ കിങ് ഓഫ് ഹെർബിനെ ഏറ്റവും നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനിയാണ് നമ്മുടെ DXN എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കേരള കർഷകരിൽ വന്നിട്ടുള്ള ന്യൂസുകളാണ്. ഇത് കമ്പനിയുടെ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ നമ്മുടെ സയന്റിസ്റ്റുകൾ, ഇതിലെല്ലാം റിസർച്ച് ഷീറ്റുകളാണ്, റിസർച്ച് റിസൾട്ടുകളാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നും എന്റെ കയ്യിൽ നിന്നെടുത്ത് പറയുന്നതല്ല. മനുഷ്യനെ അമരനാക്കും ഋഷി എന്ന് കേരള കർഷകരിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഗാനോഡെർമ ഔഷധ കൂണുകളിൽ ഒന്നാമൻ. നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ വായിച്ചു തരാനുള്ള ടൈം ഒരു പക്ഷെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ധാരാളം കമ്പനികളെ ഗാനോഡെർമ ലൂസിഡം ഉണ്ടാക്കുന്നുണ്ട്. ഗാനോഡെർമ ഉണ്ടാക്കുന്നു എങ്കിലും നമ്മുടെ DXN ഗാനോഡെർമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വിവിധ തരത്തിലുള്ള മഷ്റൂമുകളെ, ഈ ഒരു വിഭാഗത്തിലുള്ള മഷ്റൂമുകളുടെ ഓരോന്നിനും അതിന്റെ തെറാപ്യൂട്ടിക് വാല്യൂ, അതിന്റെ മെഡിസിനൽ വാല്യൂ പ്രത്യേകതയാണ്. ഇതിനെ എല്ലാം ഒരുമിച്ച് യോജിപ്പിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ DXN വൈഡ് റേഞ്ച് ഓഫ് നമ്മുടെ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ എല്ലാം ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഒരു ഒറ്റ വിഭാഗത്തിലാക്കി ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ DXN ഉൽപ്പാദിപ്പിക്കുന്ന ഗാനോഡെർമയ്ക്ക് അത്രയധികം മെഡിസിനൽ വാല്യൂ ഉണ്ട്, തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് അതിനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സുകൾക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു
ഇത് കാണാമോ എന്നറിയത്തില്ല. ഇത് RGGL, ഇത് കരിക്കിന്റെ അല്ലെങ്കിൽ ഇത് തേങ്ങ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. GL എന്ന് പറയുന്നത് അതിന്റെ ഗ്യാനോസീലിയമാണ്. അതുപോലെ തന്നെ റേഷി ഗ്യാനോ എന്നാണ് പറയുക. ഇതിനാണ് എടുക്കും കൊടുക്കും എന്നൊക്കെയാണ് സാധാരണ അമ്മമാര് പറഞ്ഞു തരിക. കാരണം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് കൊടുക്കാനും ബോഡിയെ കറക്റ്റ് ചെയ്യുവാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഇതുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഈ മഷ്റൂമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല, നല്ല കട്ടിയാ. അതുകൊണ്ട് തന്നെ അതിനെ കോൾഡ് പ്രോസസ്സിലൂടെയൊക്കെ പൗഡറാക്കി അതിനെ ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി തന്നു. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ടാബ്ലറ്റും വരാൻ പോവുകയാണ്. 360യുടെ ബോട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 90 പെയർ ഉണ്ട്, 30 പെയർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതാ നോക്കൂ, ഇതൊക്കെ ഞാൻ നേരിൽ പോയി കണ്ടതാണ്. ഇത് മലേഷ്യ, എന്റെ ഹസ്ബൻഡാണ് എന്റെ അടുത്ത് നിൽക്കുന്നത്. ഞങ്ങൾ മലേഷ്യയിൽ പോയിട്ട് ഇതിന്റെ 25ാം വാർഷികത്തിന് മലേഷ്യയിൽ പോയി കണ്ട ചേംബറാണ്. ഈ ചേംബറിൽ നമ്മൾ എല്ലാവരും കയറുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ എടുക്കത്തില്ല. ഇതിനെയൊക്കെ ഇങ്ങനെ കോൾഡ് പ്രോസസ്സിലാക്കി നമുക്ക് ഡ്രൈ ഗ്യാനോ ആയിട്ട് നമുക്ക് കാണിക്കാൻ തരത്തതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചേംബറാണ്. താഴെയും മുകളിലും ഒന്നും നിൽക്കാതെ ഹാങ്ങിങ് വളരെ നല്ല എന്താ പറയാ, നല്ല ഹൈജീനിക് ആയിട്ട് ആണ് നമ്മുടെ DXN കമ്പനി ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ ഇതിന് സ്കാനിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ബോഡിയിലേക്ക് ഈ ഗാനോഡെർമ ലൂസിഡം നമ്മുടെ ബോഡിയിലേക്ക് ഇതിന്റെ പൗഡർ നമ്മൾ കഴിച്ചാൽ അല്ലെങ്കിൽ ഇതടങ്ങിയ പ്രൊഡക്ട്സുകൾ നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇതിന്റെ ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന എന്തെങ്കിലും ടോക്സിൻസ്, വേണ്ടാത്ത സാധനങ്ങൾ, വിഷങ്ങൾ, ഇപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ കഫമൊക്കെ അടിഞ്ഞ് സൈനസ് ഒക്കെ ഇൻഫെക്റ്റഡ് ആയിരിക്കുവാണെങ്കിൽ അതിന്റെ ആ ക്യാപിലറീസ് ഒക്കെ തുറന്നിട്ട് അതിന്റെ ആ ജലദോഷമൊക്കെ വന്ന എന്താണ് കഫമൊക്കെ പുറത്ത് പോകാൻ സഹായിക്കും. അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഒരു റിലാക്സ് ഫീലിംഗ് ഉണ്ടാവും. അല്ലാതെ ഇത് കഫം പോകാനോ കഫം കുറയ്ക്കാനോ ഒന്നും എടുക്കുന്ന മെഡിസിൻ അല്ല. ഗാനോഡെർമ DXന്റെ പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ മെഡിസിനൽ വിഭാഗത്തിൽ, മെഡിസിൻ അല്ല, പക്ഷെ ഇവ ആയുർവേദിക് വിഭാഗത്തിൽ വന്നിട്ടുള്ള കുറേയധികം പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ ഇതിന് റെഗുലേറ്ററി ആക്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയുടെ എല്ലാ ഫംഗ്ഷനെയും റെഗുലേറ്റ് ചെയ്യുവാനായി ഗാനോഡെർമ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ബോഡിയിലെ എന്തെങ്കിലും സെൽസ്, കോശങ്ങൾ ഡാമേജ് ആയി പോയാൽ അതിനെ റീജനറേറ്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റിയും നമ്മുടെ ഗാനോഡെർമയ്ക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ വീട്ടില്, നമ്മുടെ ബന്ധുക്കളൊക്കെ ശരിക്കും പറഞ്ഞാല് ഒരു 91% ആളുകളും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമ്പത്തിനെയും ആലോചിച്ചു കൊണ്ടുള്ള ഒരു ഘട്ടം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ ജോലിയിലായാലും ഇതൊക്കെ ആലോചിച്ചുണ്ടാവുന്ന സ്ട്രെസ്സും സ്ട്രെയിനും നിങ്ങൾക്ക് ഊഹിക്കാം. ഇത് നമ്മള് നിത്യേന കാണുന്നതാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ കാണുന്നത് പോലെ അല്ല. ഒരാൾ നമ്മളോട് ഓപ്പണായിട്ട് പെരുമാറുന്നത് പോലെ ആയിരിക്കണമെന്നില്ല അവരുടെ വീട്ടിലെ കാര്യങ്ങൾ. ഈ അടുത്തിടയ്ക്കൊക്കെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫാമിലിയിലൊക്കെ അറിഞ്ഞ സമയത്ത് നമുക്ക് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെ ഇവരിതൊക്കെ സഹിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പൊ ചില വീടുകളിലാണെങ്കിൽ ഭർത്താക്കന്മാർക്ക്, ആണുങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ കൂടുതലായിട്ട് വരികയാണ്. കാരണം വീട്ടിലെ ഒരുവിധപ്പെട്ട ഒരു 70% വീടുകളിൽ മണി മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തുന്നത് പുരുഷന്മാരാണ് അല്ലെ. അവർ കൊണ്ടുവരുന്ന പൈസകൾ, അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ പോലും അവരും കുറച്ചുകൂടെ ഓപ്പൺ ആണ്. കുറെ അധികം വർത്തമാനങ്ങൾ ലേഡീസ് ഇങ്ങനെ പറയും. ഇപ്പോഴാണെങ്കിൽ ജോലി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തൊഴിലുറപ്പാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ നഴ്സറികളോ അല്ലെങ്കിൽ ക്ലബ്ബുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടായ്മകളുണ്ട്. ഇപ്പൊ എല്ലാം മറ്റേ കമ്പൈൻഡ് ഫാമിലി ഒന്നും അല്ല അല്ലെ, എല്ലാം ഈ ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പൊ അവരുടെ എണ്ണം വളരെ കൂടുതലാണ്, സംസാരിക്കാനൊന്നും ആരുമില്ല. അപ്പൊ നമ്മുടെ DXന്റെ ഒരു മീറ്റിംഗില്, ഒരു ഫിസിക്കൽ മീറ്റിംഗിൽ വരുമ്പോൾ, DXന്റെ ഫാമിലി മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ, DXന്റെ ട്രെയിനിങ്ങുകളിൽ പോകുമ്പോൾ എല്ലാവരുമായിട്ടുമുള്ള ആ കൂട്ടായ്മ, മനസ്സ് തുറന്നുള്ള ചിരി, അതൊക്കെ വളരെ റിലാക്സ് ആണ്. ഇതൊന്നും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ കുറേ അധികം ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആവശ്യം എന്താണ്? നമ്മുടെ ബോഡി ക്ലിയർ ആയിരിക്കുക. നമ്മുടെ ബോഡി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു വീട് ഇഷ്ടിക കൊണ്ട് കെട്ടിപ്പടുക്കുന്നത് പോലെ തന്നെയാണ് വളരെയധികം ചെറിയ ചെറിയ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ കോശങ്ങള് കൂടി ചേർന്നിട്ട് ടിഷ്യൂസും ഓർഗൻസും അല്ലെ, കലകളും അവയവങ്ങളും അവയവ വ്യവസ്ഥകളും ഒക്കെ ഉണ്ടായി നമ്മുടെ ബോഡി ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ്, ഒരു വലിയ ഫാക്ടറിയാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നത് അതിങ്ങനെ വളരെ ചവച്ച് അരച്ച് അത് നമ്മൾ പോയി അത് വയറിൽ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് എടുക്കുന്നതും ബ്ലഡിലേക്ക് പോകുന്നതും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻസ് ഓഫ് ഓരോന്നിന്റെയും ഫങ്ഷൻ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, അത് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ ചെയ്താൽ
അടിച്ചാൽ മതി, അത് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ഏത് സെർച്ച് എഞ്ചിൻ വഴി നോക്കിയാലും എല്ലാം നിങ്ങളുടെ കൈവെള്ളയില് കിട്ടുന്നതാണ്. എല്ലാവർക്കും വാട്സപ്പ് ഉള്ള ഫോണാണ്. സോ ബി അവെയർ സെൽഫ്. നമുക്ക് നമ്മളെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുക. അസുഖങ്ങളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികമാണ്. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ സഞ്ചരിക്കുന്ന ചുറ്റുപാടുകളും വാഹനങ്ങളുടെ പെരുപ്പവും മൊബൈൽ ഫോണിന്റെ ആ ഒരു റേഡിയേഷനും അതുപോലെ ടെൻഷനുകളും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായി നമ്മൾ ഈ ഫുഡ് സപ്ലിമെന്റ് കഴിക്കണം. ഇതെല്ലാം ഫുഡ് സപ്ലിമെന്റുകളാണ്. ആ ഫുഡ് സപ്ലിമെന്റ് കഴിക്കുമ്പോൾ ഇവയെല്ലാം നല്ല ന്യൂക്ലിയർ ലെവൽ, നമ്മുടെ സെല്ലുലാർ ന്യൂട്രിയൻസ് ആണ്. കോശങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അത് ശരിക്കും നല്ല ബോഡിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. പൗഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ഗാനോഡെർമയൊക്കെ, അതുപോലെ തന്നെ സ്പെർലിനിങ്. അപ്പൊ ഇങ്ങനെ സെല്ലുലാർ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഈ ഫുഡ് സപ്ലിമെന്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അത് സെൽഫായിട്ട് കറക്റ്റ് ചെയ്യപ്പെടും. അല്ലാതെ ഇത് ഒരു അസുഖത്തിനും കൊടുക്കുന്ന മെഡിസിൻ അല്ല എന്നെ പ്രിയപ്പെട്ടവർ ഓർക്കുക. ബോഡിയെ കറക്റ്റ് ചെയ്താൽ അവർ ബോഡി ഈസ് അവർ ദ ബെസ്റ്റ് ഡോക്ടർ. നമ്മുടെ ബോഡിയിൽ നമ്മുടെ കോശങ്ങളെ ഒക്കെ കറക്റ്റ് ചെയ്യുവാനായി സഹായിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസങ്ങൾ കാണുവാണെങ്കിൽ നമ്മൾ ഉടനെ പോയി ഫിസിഷ്യനെ കാണണം, ഡോക്ടറെ കാണണം. ഡോക്ടർ നമ്മുടെ ബോഡി പരിശോധിച്ച് നമ്മുടെ ബോഡിയെ പെട്ടെന്ന് തന്നെ ബാലൻസ് ചെയ്യിക്കാനായിട്ടുള്ള കെമിക്കൽ ഡ്രഗ്സ് നമുക്ക് തരും. അത് കഴിച്ചാലാണ് ബോഡി കറക്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ സപ്ലിമെന്റ് ഉപയോഗിക്കുക. അപ്പോൾ അതിന്റെ കെമിക്കലിന്റെ ബാഡ് എഫക്റ്റ് ഇല്ലാതെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് മരുന്ന് എഫക്ട് ചെയ്ത് നമ്മുടെ ബോഡി കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു ദ ബോഡി കൺസിസ്റ്റ് ഓഫ്, ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന സ്ലൈഡുകളാണ്. ക്യാൻസർ, രോഗവ്യാപനത്തിലെ, ഭക്ഷണത്തിലെ വിഷാംശം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഗംഗാധരൻ അദ്ദേഹത്തിന്റെ സെമിനാറിന്റെ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡിയിലെ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിലൂടെ ആയാലും നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ തോട്ട് പ്രോസസ്സിലൂടെ നെഗറ്റീവ് ചിന്തകൾ, ഇല്ലായ്മകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് പകരം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരെ അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആകണമെന്നില്ല. അങ്ങനെ അറിയാമെങ്കിൽ നിങ്ങളുടെ ഒരു കൈത്താങ് കൊണ്ട്, നിങ്ങളുടെ ഒരു സഹകരണം കൊണ്ട് അവരെ നേർവഴിക്ക് ചിന്തിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യമായിട്ട് കാണുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓവറായിട്ട് തിങ്ക് ചെയ്ത് ഫ്രീ റാഡിക്കൽസ് ഒക്കെ നിറഞ്ഞ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. ഇത് നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ ഇത് അഡാപ്റ്റോജൻ പട്ടികയിൽ പെടുന്നതാണ്. ഇത് ഏത് സമയത്തും ഏതളവിലും ആർക്കും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തിൽ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ആവശ്യമാണ് അല്ലെ. ഈ നമ്മുടെ ബോഡി ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു സൊല്യൂഷൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ DXനെ കാണാം. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ, DXനൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ഫ്രണ്ട്ഷിപ്പിലാണോ നമുക്ക് പ്രശ്നം, അവിടെയും DXന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ആരോഗ്യമാണോ നമ്മുടെ പ്രശ്നം, അവിടെയും നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് വീട്ടിൽ ഇങ്ങനെ പഠിച്ച് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ആയി നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു ഫ്രസ്ട്രേഷൻ ആണോ നിങ്ങൾക്ക്, യാത്രകൾ നിങ്ങളുടെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ചെയ്യാൻ പറ്റുമോ, DXനകത്ത് അതിനകത്തും നല്ല സപ്പോർട്ട് ഉണ്ട്. സോ DXN പ്രൊഡക്റ്റുകള് നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കിട്ടുന്നു. അപ്പൊ ഏകദേശം ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ കമ്പനി ജെന്യുവിൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ കമ്പനി ഇപ്പൊ ഒരു ഡയറക്ട് സെല്ലിംഗ് രീതിയിലാണ് നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തന്നെയാണ്. ഇതിന്റെ വിപണന രീതി എന്ന് പറയുന്നത് 1 to 1, ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമറിലേക്ക് പോകുന്ന, ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ്. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തുക. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്, ഇഷ്ടംപോലെ കമ്പനികളുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് DXN? ഞാൻ പറഞ്ഞു DXന്റെ ഗാനോഡെർമയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന്. അപ്പോൾ നമ്മുടെ DXN ഇതൊരു ഗ്ലോബൽ കമ്പനിയാണ്. നമ്മുടെ ഈ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എനിക്ക് ലോകമെമ്പാടും 180 രാജ്യങ്ങളിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു പറയാനുള്ള, ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കമ്പനി തരുന്നുണ്ട്. നമുക്ക് ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യണം എങ്കിൽ, ഈ കമ്പനിയുടെ ഒരാളായി മാറണം എന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറുകളിൽ കയ്യിൽ നിന്ന് നിങ്ങൾ MRP പ്രൈസിൽ
എന്റെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടാവാം. ആ യൂസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഒരു പക്ഷേ നിങ്ങൾ ഒരു സോപ്പ് ആയിരിക്കാം യൂസ് ചെയ്തിട്ടുണ്ടാവുക, അല്ല എന്നുണ്ടെങ്കിൽ ഒരു പേസ്റ്റ് ആയിരിക്കാം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീ ആയിരിക്കാം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഒപ്പത്തിൽ ഇതിന്റെ എല്ലാത്തിന്റെയും കൂട്ടത്തില് ഇത് സ്പൈറുലിന നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പൊ ഈ ഉപയോഗിച്ച് ഗുണം കിട്ടി അങ്ങനെ വരുന്ന ആളുകളാണ് ഇത് വീണ്ടും വീണ്ടും മേടിക്കുന്നത്, അല്ലെ? അപ്പൊ അതെന്താണ്, വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന, ഉപയോഗിക്കും തോറും തീരുന്ന പ്രൊഡക്റ്റുകളാണ്. 100% നമുക്ക് എന്താണ് അതിന്റെ ഓർഗാനിക് ആണിത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഇത്രയും നാളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഒരു കടവില്ല, വേറൊരു രാജ്യത്തിലെ കടവോ അല്ലെങ്കിൽ കടക്കണിയിൽ പോകുന്ന കമ്പനിയല്ല. കമ്പനിക്ക് സ്വന്തമായി ഐലൻഡുകളും അതുപോലെ തന്നെ സ്വന്തമായിട്ട് എയറോപ്ലെയിൻ, നമ്മുടെ എന്താണ് ജെറ്റും ഒക്കെ ഉള്ള ഏറ്റവും നല്ല ലക്ഷറീസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന 7 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ വളരെ നല്ല റെഗുലർ ആയിട്ട് സാധാരണക്കാരെ പോലെ സാധാരണക്കാർക്കും ജീവിക്കാൻ പറ്റുന്ന, മറ്റ് രാജ്യത്തിൽ നിന്ന് വരുന്ന ആളുകളോടൊപ്പം മിങ്കിൾ ചെയ്ത് ആ സംസ്കാരവും കൂടി നമുക്ക് ഉൾക്കൊണ്ട് ഒരു യുണീക്ക് ആയിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധ്യതയുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് DXN എന്നെ പ്രിയപ്പെട്ടവർ ഓർക്കുക. ഇത് വെൽനസ് പ്രൊഡക്റ്റുകളാണ്, എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വെൽനസ് പ്രൊഡക്റ്റുകളാണ്. പല വീടുകളിൽ നിങ്ങൾ പോകുമ്പോൾ അറിയാം ഒരു കൂടെ നിറയെ മരുന്നുമായിട്ട് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ അത് മരുന്ന് കഴിക്കേണ്ട അവസരങ്ങളിൽ നമ്മൾ മരുന്ന് കഴിക്കണം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ അഡിക്റ്റ് ആവാതെ നമ്മൾ തിരിച്ചു വരണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ടോക്സിനോ അല്ലെ അങ്ങനെയൊന്നും വരാതെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പുറത്തെടുത്ത് കളഞ്ഞ് നല്ല ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത് ഉപയോഗിക്കുന്നതോറും തീരുന്നത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആവശ്യക്കാരുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കൊണ്ട് നമുക്കൊരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഞാൻ ഈ പറഞ്ഞ ഗാനോഡെർമയാണ് എന്റെ സെന്ററിൽ കാണുന്നത്. ഗാനോഡെർമ കൂടാതെ തന്നെ നമുക്ക് നോനി ആണെങ്കിലും കോഡിസെഫ് ആണെങ്കിലും ലയൻസ് മാൻ, റൊസെല്ല തുടങ്ങി ധാരാളം മാസ്റ്റർ പ്രൊഡക്റ്റുകളുണ്ട്. കൂടാതെ അതിനെല്ലാം ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇതൊക്കെ ഈ 3 ലക്ഷം രൂപ കൊണ്ടൊക്കെ കൊടുത്ത് 1 കിലോ, ഒരു 20 കിലോ കൂണിന്റെ പൊടി കൂണ് ഉണക്കി പൊടിച്ചാലാണ് നമുക്ക് 1 കിലോ കിട്ടുക. അതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പൊ ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ എല്ലാവർക്കും ആ ഒരു സാമ്പത്തികം വരത്തില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല, ഇത് ഈ ഒരു സോപ്പാണ്. ഈ ഒരു സോപ്പിന് ലോകത്തിലെ ഏറ്റവും നല്ല സോപ്പ്, വേൾഡില് ഏറ്റവും നല്ല സോപ്പ്. കാരണം TFM വാല്യൂ 76% ഉള്ള വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള സോപ്പാണിത്. വെറും 155 രൂപ MRPക്ക് നമുക്ക് കിട്ടും. ഡിസ്ട്രിബ്യൂട്ടർ ID എടുക്കുന്ന ഒരാൾക്ക് 30 രൂപയ്ക്ക് ഇത് കിട്ടുന്ന ഒരു സോപ്പാണ്. ഞാൻ അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു മാഡത്തിനാണ് കൊടുത്തത്. മാഡം ഇതിന് വില കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് മുഖത്ത് മാത്രം തേക്കുവാണ്. അവസാനം അത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഈശ്വര എന്ത് നല്ല. അപ്പൊ നമ്മളൊക്കെ അതായത് എന്താ പറയുക, അതേസമയം എന്റെ കൂടെ ജോലിയൊന്നും ഇല്ലാത്ത തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ചേച്ചിമാരുണ്ട്. അവരുടെ വീട്ടിലും മക്കൾക്ക് എല്ലാം കുളിക്കാനൊക്കെ 1-2 നേരം ഈ സോപ്പാ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല സാധനങ്ങളെ വാങ്ങിക്കുകയും നമ്മൾ ഇത്രയും വില കുറഞ്ഞ സാധനങ്ങൾ മേടിച്ച് ആരും ഇവിടെ കോടീശ്വരന്മാരായിട്ടില്ല, അല്ലെ? അതേസമയം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുപയോഗിക്കുമ്പോൾ ആദ്യം ഇത്തിരി വില കൂടുതലാണെന്ന് തോന്നിയാലും അത് ബോഡിക്ക് നല്ലതാണ് എങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അത് ഉപയോഗിക്കും, അല്ലെ? ഈ പടത്തിൽ കാണുന്ന ഒരെണ്ണമാണ് മൊറിൻഡ സിട്രിഫോളിയ. കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൊറിൻഡ സിട്രിഫോളിയ എന്ന് സയന്റിഫിക് നെയിമോട് കൂടിയിട്ടുള്ള നോനിപ്പഴം. അതിന്റെ ആ നോനിയെ കുറിച്ചിട്ടുള്ള ഒരു സെക്കൻഡ്, ഞാൻ അതിനിടയ്ക്ക് സ്പെർലിനെ ആയിപ്പോയി. യെസ്, നോനി ജ്യൂസ്. നോനി ജ്യൂസ് അത് നമ്മുടെ ഇന്റേണൽ ഇൻഫ്ലമേഷൻ, അകത്തൊക്കെയുള്ള നീർവീക്കങ്ങളെയും ഒക്കെ കളയാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആന്റിബയോട്ടിക് പോലെയുള്ള ഒരു നാച്ചുറൽ ജ്യൂസ് തന്നെയാണ്, ഒരു പഴത്തിന്റെ ജ്യൂസാണ്. അതുപോലെ തന്നെ റൊസെല്ല കോവിഡ് സമയത്ത് അതിന്റെ അനാലിസിസ് വന്നു. അതിലെ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ മത്തിപ്പുളി എന്ന് പറയുന്ന ഈ റൊസെല്ലയിലാണ്. ഈ റൊസെല്ലയാണെങ്കിൽ ഇപ്പോ പഞ്ചസാരയില് ലായനിയില് ഫെർമെന്റ് ഇങ്ങനെ കുറുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഷുഗർ ഉള്ള അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇത് വന്നപ്പോ കമ്പനി ഉടനെ നമുക്ക് റൊസെല്ലയുടെ ടാബ്ലറ്റ് നമുക്ക് തന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കമ്പനി തരുവാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞതിനകത്ത് വേറെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് സ്പെർലിന എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞുതരാം, നമ്മുടെ സമയം കടന്നു പോകുന്നുണ്ട്. എന്നാലും പുതിയ ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് എന്തെങ്കിലും 1-2 എണ്ണം കൂടെ ഒന്ന് അറിയണമല്ലോ, അതിനാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ നിൽക്കുന്നത് മലേഷ്യയിലുള്ള നമ്മുടെ ഫാക്ടറിക്ക്, നമ്മുടെ സ്പെർലിന ടാങ്ക് താഴെയാണ്.
ഇവിടെ ഞാൻ പോയ സമയത്ത് ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ട കമ്പനി മീറ്റിംഗ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഈ സ്ലൈഡ് അവരെയൊക്കെ കാണിച്ചതൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്തതാണ്. അതിനകത്തുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് ഇത് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോ അവിടെ ഈ സ്പെല്ലിന പൊടിയായിട്ട് എന്താണ് ക്യാനിൽ വെച്ചേക്കോ. നമ്മൾ അതിനകത്ത് എന്താ അവിടെയൊക്കെ കാണാം നിങ്ങൾക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എടുക്കുന്നു, പൊടി എടുക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, കലക്കുന്നു, കുടിക്കുന്നു. അങ്ങനെ ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നമ്മുടെ കൈകളിലേക്ക് ഇത് എത്തുന്നത് ക്യാപ്സ്യൂളും ടാബ്ലറ്റും ഒക്കെ ആയിട്ടാണ്. ഇതിനകത്തുള്ള 360 ക്യാപ്സ്യൂൾ അടങ്ങിയിട്ടുള്ള ഒരു ബോട്ടിലാണിത്. ഇതിനകത്തുനിന്ന് ഒരു 3-4 എണ്ണം കഴിക്കുമ്പോൾ 1 ഗ്രാം കിട്ടും. ആ 1 ഗ്രാം വിവിധ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമുക്ക് ഏകദേശം 500 രൂപ 600 രൂപ വില വരുന്നതിന് തുല്യമാണ് ഈ 12 രൂപയ്ക്കുള്ള ഈ ഒരു 3-4 സ്പെല്ലിന. ഓക്കെ, ആ സ്പെല്ലിന നമ്മൾ എല്ലാവരും കഴിക്കണം. അതിനകത്ത് എന്താണ് ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ വലുതെന്നോ ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ അഡാപ്റ്റജൻ പട്ടികയിലുള്ളതാണ്. നമ്മുടെ ശരീരത്തില് ഏറ്റവും നല്ല ബ്ലഡ് സർക്കുലേഷൻ നടക്കാനായി ഏറ്റവും നല്ലതുപോലെ നമ്മുടെ എന്താണ് ക്ലോറോഫില് നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഹരിതകം നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മുടെ സ്പെർലിന. അപ്പൊ അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്രഷ് ആവുന്നു. ഓരോ 120 ദിവസം കഴിയുന്തോറും നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സപ്ലിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി കിട്ടും. നമ്മുടെ ബോഡി ആൽക്കലൈൻ ആവും. ആൽക്കലൈൻ ബോഡിയിൽ വളരെ വലുതായിട്ട് എന്ത് ചെയ്യില്ല, രോഗാണുക്കൾ അങ്ങനെ വളർന്നു വരത്തില്ല. ചില ആളുകൾക്ക് പയറ് കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ചില ആളുകളുണ്ട്. മുളപ്പിച്ച പയറ് കഴിച്ചുകൂടാ, അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, എണ്ണം കുറച്ച് കഴിക്കുക, എണ്ണം കുറച്ച് കഴിഞ്ഞിട്ട് വേണം തോന്നുവാണെങ്കിൽ വീണ്ടും കൂട്ടുക. അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ ബോഡിയുടെ ആവശ്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലരാണെങ്കിൽ ഡയാലിസിസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രോട്ടീന്റെ അംശം അടുത്ത് ചെല്ലാൻ പാടില്ല എന്നാ പറയുന്നത്. പക്ഷെ അവരെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്പെലിന കഴിക്കുന്ന ആളുകൾ ഉണ്ട്. ഓക്കെ, പിന്നെ ചിലർക്കാണെങ്കിൽ കടൽ മത്സ്യമോ ഞണ്ട് കൊഞ്ച് അങ്ങനെ ബീഫ് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചെറിയ രീതിയിൽ കഴിച്ച് നമ്മുടെ ബോഡി ഓക്കെ ആയതിനു ശേഷം നല്ലതുപോലെ എന്ത് ചെയ്യുക, ഇത് കൺസ്യൂം ചെയ്യുക എന്ന് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാം, പത്മതീർത്ഥ കുളത്തില് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തില് വന്നിട്ടുള്ള നൂൽപ്പായലാണ്. അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട്, സ്പെർലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വരുന്നു സൂപ്പർ സ്പൈ, സൂപ്പർ ഭക്ഷണം സ്പൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് സ്പൈലിനെ കുറിച്ചുള്ള ഇൻസാം എന്ന സംഘടന കണ്ടോ നിങ്ങൾ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ ഇൻസാം എന്ന സംഘടനയാണ്. അതായത് കുട്ടികൾക്ക് മാൽ ന്യൂട്രീഷൻ ചെറുക്കാൻ വേണ്ടിയിട്ട്, പോഷകാഹാരക്കുറവിനെ നിയന്ത്രിക്കാനായിട്ട് സ്പൈലിന കൊടുത്തു കിട്ടിയിട്ടുള്ള റിസൾട്ടുകളാണ്. അതുകൊണ്ടാണ് അടുത്ത 10 വർഷത്തേക്ക് നമ്മുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ ലിൻസ് ജോർജിൻ ഇതിന്റെ ഗ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനം, സ്പേസ് ഫുഡ് ആയിട്ടുള്ള സാധനം, അതാണ് നമ്മളോട് ഉപയോഗിക്കാൻ പറയുന്നത്. അത് മാത്രമല്ല ധാരാളം പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. നമുക്ക് പേഴ്സണൽ കെയർ ആയാലും ഫുഡ് സപ്ലിമെന്റുകളായാലും ബിവറേജുകളായാലും അങ്ങനെ പലതരത്തിലുള്ള പ്രൊഡക്ട്സുകൾ നമുക്ക് ലഭ്യമാണ്. ഇങ്ങനെയുള്ള ഈ പ്രൊഡക്റ്റുകൾ ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നു? നമുക്കിപ്പോ നമ്മൾ കാണുമ്പോൾ ചിലടത്ത് മീറ്റിങ്ങുകൾ പോകുമ്പോൾ ചിലര് എല്ലാവരും ഡോക്ടേഴ്സ് അല്ല. അപ്പൊ ചിലർക്ക് നിങ്ങൾക്ക് ഡോക്ടേഴ്സ് ഇല്ലേ? ഡോക്ടേഴ്സ് ആണ് നമുക്കിത് പ്രൊമോട്ട് ചെയ്ത് തന്നത് അല്ലെ. ആ ഡോക്ടേഴ്സ് പലരും ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കത്തില്ല, കാരണം ഇത് മെഡിസിൻ അല്ല. പക്ഷെ പല ഡോക്ടേഴ്സും ഇത് ഉപയോഗിക്കുന്നു. എനിക്ക് തന്നെ ഇഷ്ടം പോലെ ആയുർവേദത്തിലും ഹോമിയോയിലും ജനറൽ മെഡിസിനുമുള്ള ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ ഡോക്ടർ എസ് രഞ്ജനുണ്ട്, മാലതി രമനുണ്ട്, ഇഷ്ടം പോലെ ഡോക്ടേഴ്സ്, അതിന്റെ 10,000 കണക്കിന് ഡോക്ടേഴ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഡോക്ടർ ഒരു സോപ്പ് ഞാൻ ഉപയോഗിച്ചു, സോപ്പ് ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടു, 10 സോപ്പ് വേണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാൻ അത് കൊടുത്തു. അവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്വാളിറ്റി ഉള്ള ആളുകളിലേക്ക് സാധനങ്ങൾ പൈസ ഇത് വാങ്ങിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ അറിയേണ്ടത് ഇത് എല്ലാവർക്കും ആവശ്യമായ പ്രൊഡക്റ്റുകളാണ്. കാരണം അത്രയും നോൺ ടോക്സിക് ആയിട്ടുള്ള സുപ്പീരിയർ ആയിട്ടുള്ള വേൾഡ് വൈഡ് കിട്ടുന്ന ഒരേ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. ദുബായിലായാലും ദുബായ് പ്രിൻസ് അടക്കം ഉപയോഗിക്കുന്നത് നമ്മുടെ DXന്റെ ജബീൽ കോഫിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ വൈഡ് റേഞ്ച് ഉള്ള ഇത്രയും പ്രൊഡക്റ്റുകള് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് പറയാതിരിക്കുന്നത് ശരിയല്ല. ഇതാ ആ മുകളിൽ കാണുന്ന പേഴ്സണൽ കെയറിനകത്ത് കാണാം മസാജ് ഓയില്. ആ ഓറഞ്ച് കളറിൽ കാണുന്ന മസാജ് ഓയിൽ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നമ്മൾ റെഗുലർ ഉപയോഗിക്കുക. അത് രോഗികൾക്കുള്ളതല്ല. നമുക്ക് മുഖം മസാജ് ചെയ്യാനും നമ്മുടെ കയ്യിലും ജോയിന്റിലും ഒക്കെ പെരട്ടാനും ഏകദേശം ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നല്ല പ്രായത്തിലെ തന്നെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുകയും മസാജ് ഓയിൽ ഉപയോഗിക്കുകയും, ചപ്പി ബേബി ഓയിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രം തേക്കാനുള്ളതല്ല, നമുക്കെല്ലാം തേക്കാം, അത് ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. ടീ ട്രീ ക്രീം, നമ്മുടെ നമ്മുടെ തേയില ഞാൻ നിങ്ങളെ കാണിച്ചു. ഈ തേയിലയിലൊക്കെ ഇങ്ങനെ പുഴു കുത്താതിരിക്കാനായി അതിനിടയ്ക്ക് വെച്ച് പിടിപ്പിക്കുന്ന മരത്തിൽ നിന്ന് എടുക്കുന്നതാണിത്. അതുപോലെ തന്നെ ഗ്യാനുഷി ഷാംപൂ,
അതുപോലെ പേസ്റ്റ്, സോപ്പ് തുടങ്ങിയ ധാരാളം സാധനങ്ങൾ, ഹൈജീൻ വാഷ്, ഒരു ലിസ്റ്റ് ഇഷ്ടം പോലെയാണ്. ഏകദേശം 150, 140 പ്രൊഡക്റ്റുകളോളം ഉണ്ട്. ഇനിയും നമ്മൾക്ക് വരാനിരിക്കുന്നു. ഓരോ സമയം പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ. നിങ്ങൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ 8 ഫാക്ടറിയാണ് DXN ഉള്ളത്. വേൾഡ് വൈഡ് ഏകദേശം 15 ഫാക്ടറികളുണ്ട്. ഇനിയും ഫാക്ടറികൾ വരാൻ പോകുന്നു. ദുബായിൽ ഫാക്ടറി ഉണ്ട്. ദുബായിൽ അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇഷ്ടം പോലെ കിട്ടാൻ, സമ്പത്താണോ, ആരോഗ്യമാണോ, സന്തോഷമാണോ, എന്ത് കിട്ടാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ ആണോ, നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാലും പഠിക്കണോ, നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കണോ, നിങ്ങൾക്ക് എന്താണ് മൈൻഡിനെ ശരിയാക്കണോ. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രമല്ലല്ലോ, നമ്മുടെ ചിന്തകൾക്കും ഹെൽത്ത് വേണ്ടേ, നമ്മുടെ മനസ്സിനും നല്ല സന്തോഷം വേണ്ടേ, അതിന് നൽകാനായി നമ്മുടെ ശൂന്യ പ്രോഗ്രാം എല്ലാം നമ്മുടെ DXN-നകത്തുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള് തുടക്കത്തിലുള്ളവര് ഹെൽത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, കൊള്ളാം, എനിക്ക് പല്ലുവേദന കുറവുണ്ട്. പല്ലുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പല്ലിന്റെ ഹെൽത്ത്, നമ്മുടെ മോണയുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. ആദ്യം വരുന്നവര് പ്രൊഡക്റ്റിന്റെ ഹെൽത്ത് സൈഡും അതിന്റെ ബെനിഫിറ്റും വരും. പക്ഷെ ആക്ച്വലി അതാണോ നമ്മുടെ ലൈഫിൽ ആവശ്യം? നമ്മൾ ജീവിക്കുന്നു അല്ലെ, നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർത്തണം. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് റിയലി നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് സന്തോഷമാണ് അല്ലെ. ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു കുടുംബത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും മക്കളും അല്ലെ, മരുമക്കളും കുഞ്ഞുങ്ങളും അമ്മായിയച്ഛനും അമ്മായിയമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്നത്ര എല്ലാവരും എപ്പോഴും ഒരുമിച്ച് കാണണമെന്നില്ല. പറ്റുന്ന സമയങ്ങളിൽ ആ സൗഹൃദം പങ്കിട്ടുകൊണ്ടുള്ള ഒരു ഹെൽത്ത് ബെനിഫിറ്റ്, അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കുറെ ഫ്രീ ആകും അല്ലെ. അപ്പൊ നമുക്ക് പറ്റുന്നൊരു കൈത്താങ് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ നന്മകൾ നമ്മുടെ യാത്രകളിലൊക്കെ അവരെയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനമാകും. അപ്പോ നമുക്ക് ആവശ്യം മണിയാണ്. ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണ്ടേ, സാമ്പത്തികം വേണ്ടേ, വരുമാനം. ജോലിയുള്ള ആളുകൾക്ക് എത്ര ശതമാനമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സർക്കാർ ജോലി, അപ്പൊ ഞാനൊരു സർക്കാർ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. എന്റെ ശമ്പളം 4-1 അല്ലെ. എനിക്ക് പഴയതുപോലെ അടിച്ചുപൊളിച്ച് സാലറിയുടെ പേരും പറഞ്ഞ് അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ സമ്പത്ത് ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട് എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും നമ്മുടെ പ്രിയപ്പെട്ടവർക്കായാലും നമുക്കൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്ക് വരുമാനമല്ല നമുക്ക് വേണ്ടത്, സാമ്പത്തിക ഫ്രീഡമാണ്, സാമ്പത്തിക ഭദ്രതയാണ്. അതുപോലെ തന്നെ ബിസിനസ് എന്ത് ചെയ്യാം, നമുക്ക് വെൽത്തിലേക്ക് നമുക്ക് കൊണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പിലൂടെ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവാം. വെൽത്ത് ഉണ്ടാക്കാനുള്ള പല രീതികളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാം നമുക്ക് എന്താണ് ഒരു വരുമാന സാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, പല ആളുകൾക്കും എന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുമായി ബന്ധപ്പെട്ടൊരു 100 പേരെയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി അവർക്ക് കിട്ടണമെന്നില്ല അല്ലെ. ആ ജോലിയുടെ റിസ്ക് ആണെങ്കിലും എല്ലാം അവർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതെല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കണ്ടക്ടറായിട്ട് ഇപ്പൊ KSRTCക്ക് പോലും ഇപ്പൊ പൈസയില്ല. അങ്ങനെയുള്ളവര് റോഡിലൊക്കെ ഇങ്ങനെ വണ്ടികൾ കൊടുക്കാനായിട്ടും ഒക്കെ സ്ലിപ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കഥകൾ നിങ്ങൾക്കറിയാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ആ ബിസിനസ് നോക്കി നടത്തണമെങ്കിൽ നമുക്ക് റിസ്ക് ആവശ്യമാണ്. ഒരു ഹോട്ടലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു തുണിക്കടയാണെങ്കിലോ ഒരു ജ്വല്ലറി ആണെങ്കിലോ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണെങ്കിൽ ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ശ്രദ്ധ, അത് മാത്രമാണ്, നമ്മുടെ ഇഷ്ടമാണ് അവിടെ വരുന്നത്. ഇത്രയൊക്കെ വരുമ്പോൾ നമ്മളൊരു നല്ല നെറ്റ്വർക്ക് കമ്പനി നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കണം. ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പുത്തൻ ആൾക്കാര് സദയം ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാ. അത് എന്തുകൊണ്ടാണ് DXN-ന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇത്രയും ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കുക. DXN തന്നെ ചൂസ് ചെയ്യേണ്ടത് എന്തിനാണ് എന്ന് കൂടെ നിങ്ങൾ അറിയുക. ഏറ്റവും നല്ല എത്തിക്കൽ മാനേജ്മെന്റ് ആണ്. നമ്മുടെ മാനേജ്മെന്റ് പേഴ്സണാലിറ്റീസ് എല്ലാം തന്നെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള വ്യക്തികളാണ്. ഏത് സമയവും നമുക്ക് അപ്രോച്ചബിൾ ആണ്. നല്ല ട്രെയിനിങ് തരാനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ
ഗുഡ് കോമ്പൻസേഷൻ പ്ലാൻ ആണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ. ലോകത്തിലെ നമ്പർ 1 മാർക്കറ്റിംഗ് പ്ലാൻ ആണ് സിസ്റ്റത്തിലുള്ളവർക്ക്. പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നു, DXന്റെ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, DXനുമായി എന്നും നിലനിൽക്കുന്നവർക്ക് DXന്റെ മാർക്കറ്റിംഗ് പ്ലാൻ അത്രയും നല്ല പക്കായാണ്. അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, എഡ്യൂക്കേഷനും എല്ലാം കൊടുക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് DXN ഇത്രയും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. DXന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ കമ്പനി തന്നെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതും കമ്പനിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. കമ്പനി DXN ലേബലിൽ തന്നെയാണ്. DXന്റെ മാനേജ്മെന്റിന്റെ, പ്രവർത്തകരുടെ, ഒഫീഷ്യൽ സ്റ്റാഫിന്റെ എല്ലാം ആ ഒരു അണ്ടറിൽ തന്നെയാണ് ഇതിന്റെ മാനുഫാക്ചറിങ്ങും പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും പാക്കിങ്ങും എല്ലാം നടക്കുന്നത്. ഇത് 1 വേൾഡ് 1 മാർക്കറ്റ് ആണ്. ലോകത്തിലുള്ള എല്ലായിടത്തും കിട്ടുന്നത് ഒരേ സിസ്റ്റമാണ്. നമുക്ക് ഒരൊറ്റ ഐഡന്റിറ്റി പ്രൂഫിൽ തന്നെ നമുക്ക് ലോകത്തിലുള്ള എല്ലായിടത്തു നിന്നും നമ്മുടെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ബിസിനസ് ആരംഭിക്കാൻ പറ്റും. എല്ലാവർക്കും 1 മൈൻഡ് ആണ്, എല്ലാവർക്കും വിജയിക്കണം. ഞാൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നമുക്ക് ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്, അതാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. വളരെ ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് ഒരു വലിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഒരു സോപ്പ് ആയാലും, ഒരു പേസ്റ്റ് ആയാലും, ഒരു സിറ്റോപ്പാൻ ആയാലും, ഒരു തേയിലയാണെങ്കിലും ഒക്കെ യൂസ് ചെയ്ത, ഒരു 2-in-1 കോഫി ആണെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവര്, അതിന്റെ ഇഷ്ടം അനുഭവിച്ചറിഞ്ഞവര്, ഒരു കൊക്കോഷി ആണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന കൊക്കോ പൗഡർ, കൊക്കോഷി ഒക്കെ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടി ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാര്, വീട്ടിലുള്ള എല്ലാവരും തന്നെ നമ്മളുടെ സ്പൈലിന ഉപയോഗിക്കണം. അങ്ങനെ ഡേ ടു ഡേ നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ചില പ്രൊഡക്റ്റുകൾ ഇതിനകത്തുണ്ട്. കൂടുതലായിട്ട് കഴിച്ചാൽ ലിവർ പോകുന്നോ, കിഡ്നി പോകുന്നോ ഒന്നും തന്നെ നിങ്ങൾ പേടിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോകേണ്ടതും എന്നും വയ്യാതാവേണ്ടതും ഒക്കെ നമ്മുടെ പ്രൊഫസറൊക്കെയാണ്. അവർ ഇപ്പോഴും നല്ല ഉഷാറായിട്ട് ലോകമെമ്പാടും, രാജീവ് സാറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ നിങ്ങൾക്ക് വീഡിയോകൾ കണ്ടിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ വാരി കഴിക്കുന്നതൊക്കെ. ഞങ്ങളൊക്കെ നല്ലതുപോലെ കഴിക്കുന്ന ആളുകളാണ്. ഓക്കെ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കുക, ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ഓക്കെ, കാരണം നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹെൽത്ത് ഫ്രീഡം കിട്ടാൻ യൂസ് ദ പ്രോഡക്റ്റ്. അതുപോലെ 2 എഴുതിയേക്കുന്നത് അതിന്റെ ഇൻകം ട്രാക്ക് ആണ്. ഇൻകം ട്രാക്ക് വേറെ, വെൽത്ത് ട്രാക്ക് വേറെ. ഇൻകം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രൊഡക്റ്റുകള് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാല് തേയിലയാണ്. 1500 രൂപയോളം വിലയുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഗാനോഡെർമ ലൂസിഡം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ടീ ആണിത്. അതുപോലെ തന്നെ നമുക്ക് 2-in-1 കോഫി ഉണ്ട്. ഇതിനകത്ത് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ, ഒരു കട്ടൻ കുടിക്കാൻ, ഒരു ബ്ലാക്ക് ടീ കുടിക്കാൻ നമുക്ക് 1 രൂപയേ ആകുന്നുള്ളൂ. ആ 1 രൂപയ്ക്ക് നമ്മൾ കട്ടൻ ഇട്ട് കൊടുത്ത് അതിന് കൊത്തിട്ട്, ഞാനൊക്കെ പതിമുഖം ഇട്ട് വെള്ളം ഇടുന്നത് പോലെ ഇട്ട് ഞാനൊക്കെ കുടിക്കും. ഞാൻ എൻ്റെ ടീമിലുള്ള ആളുകളോടും പറയും, ഞങ്ങളൊക്കെ കുടിക്കുന്ന സാധനങ്ങളാണ്. പിന്നെയും കൊത്തുണ്ടെങ്കിൽ ഈ സോപ്പുമായിട്ട് ചേർത്ത് വെച്ച് സ്ക്രബറായിട്ട് നമുക്ക് മുഖത്തും കയ്യിലും ഒക്കെ നമുക്ക് പുരട്ടാം. അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും നല്ല ആൽക്കലൈൻ ഡ്രിങ്ക് ആയിട്ടുള്ള, എൻഡോസൾഫാനോ മറ്റ് കളറിങ്ങോളോ പറങ്ങാണ്ടിത്തോടോ ഒന്നും ചേരാത്ത ലോകത്തിലെ ഏറ്റവും നല്ല ടീ ആണ് ഈ ഗാനുഷ്യ ടീ. ഈ ടീക്ക് 1 രൂപയ്ക്ക് കുടിക്കാൻ കഴിവില്ലാത്തത് ഇതിനകത്തില്ല. കാരണം അവർക്ക് അതിന്റെ ആവശ്യകത പെടാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇത് നിങ്ങൾ ഉപയോഗിച്ച് മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോൾ ഇതിന്റെ MRP പ്രൈസിൽ നിങ്ങൾക്ക് DPയും MRPയും തമ്മിലുള്ള 20% സ്പോട്ട് കമ്മീഷൻ അപ്പൊ കിട്ടുവാണ്. ചില കമ്പനികൾ പറയും അടുത്ത ഞായറാഴ്ച നമുക്ക് ഫോണിലായി, അടുത്ത ചൊവ്വാഴ്ച പൈസ കിട്ടി എന്നൊക്കെ പറയും. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ഓൺ ദ സ്പോട്ടാണ്. അതുപോലെ തന്നെ വെൽത്ത് ട്രാക്ക് എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇതൊക്കെ ഞാൻ ഓടിച്ചു പോവാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഇൻകം ട്രാക്ക് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. റെക്കമെൻഡ് ചെയ്യുമ്പോൾ ചില സംശയങ്ങൾ അവർ ചോദിക്കുമ്പോൾ ഇതേപോലെയുള്ള മീറ്റിങ്ങുകൾ, ഇതിപ്പോ ഞാൻ അതുപോലെ തന്നെ ബിനീഷ് സാറ്, രാജീവ് സാറ്, അതുപോലെ നമ്മുടെ ദിലീപ് സാറ്, അങ്ങനെയൊക്കെ കുറെ പേര് എടുക്കുന്ന മീറ്റിങ്ങിന്റെ ഫോട്ടോസ് ആണ്. ഇതേപോലെയുള്ള മീറ്റിങ്ങുകളിൽ പോയി ഇരുന്ന് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ബോണസ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു സ്പൈർലിന വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കുക. ഒരു സ്പൈർലിന നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് മേടിക്കൊടുക്കുക. 500 പോയിന്റ് ഉണ്ട്. അപ്പൊ ഒരു 1000 പോയിന്റ് ആവുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. 1000 പോയിന്റ് മിനിമം ചെയ്താൽ മാത്രമേ കമ്പനിയുടെ ബോണസ് അച്ചീവേഴ്സ് ആയി മാറുള്ളൂ. നമ്മൾ ധാരാളം ഒരു 10,000 20,000 ഒക്കെ പോയിന്റുകളാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അതെല്ലാം അവരുടെ ഇൻകം ട്രാക്കാണ്. 1 രൂപ പോലും മുടക്കാതെ അവരവർ ഉപയോഗിച്ച സാധനങ്ങൾ മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്തുകൊണ്ട് 10,000 12,000 രൂപയുടെ പിന്നെ
എന്താണ് ബിസിനസ് ചെയ്ത ആളുകൾ എന്റെ ടീമിലുണ്ട് ഒരാഴ്ച കൊണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ വളരെ ഈസിയാണ്. ഇതിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പോലെ ഉപയോഗിക്കുന്ന വീട്ടിലത്തെ സാധനങ്ങൾ മാറ്റി നമ്മൾ സെൽഫ് യൂസ് ചെയ്യുക, കുടുംബത്തിലുള്ള ഫാമിലികളെ മെമ്പേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ളവർക്ക് ഇത് മെസ്സേജ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ എന്ത് വേണം? സീഡ് സ്റ്റോക്ക് വേണം. അതാണ് മൈ ഹോം മൈ ഷോപ്പ് എന്ന് പറയുന്നത്. എന്റെ വീട് ഒരു ഷോപ്പാക്കി മാറ്റുക. അപ്പൊ ഞാനിത് ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരാളൊരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എടുത്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സീഡ് സ്റ്റോക്ക് വേണ്ടേ? അങ്ങനെ സീഡ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് അതിന് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല പ്ലാൻ ആണ് നമ്മുടെ IOC പ്ലാൻ. അതൊക്കെ നിങ്ങളുടെ ടീമിൽ നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു തുടങ്ങാം. വളരെ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു പോവാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കൂ, ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു 4 സാധനങ്ങൾ 770 പോയിന്റിന്റെ സാധനങ്ങളാണ്. അത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച് നമുക്ക് പറ്റുന്ന ഒരു 4 ഫാമിലിയുടെ ആ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ 3080 പോയിന്റ് ആയി. ഈ 3000 പോയിന്റ് ഒക്കെ ചെയ്യുന്നത് വളരെ ഈസിയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഏതാണ്ട് ഇത്രയും അതിന്റെ സ്പോട്ട് കമ്മീഷൻ ഓൺ ദ സ്പോട്ടിൽ കിട്ടുകയാണ്. അങ്ങനെ നിങ്ങൾ 3000 പോയിന്റ് വെച്ച് നിങ്ങൾ ഒരു മാസത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേയിൽ തന്നെ ആ പ്രൊഡക്റ്റുകൾ വാങ്ങി നിങ്ങളുടെ സീഡ് സ്റ്റോക്ക് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായി ഒരു 20 കൺസ്യൂമറിനെ നിങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 3000 അല്ല 5000-നും 10,000-നും ഒക്കെ ഇടയിലേക്ക് ഒരാളുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ 20,000, 30,000, 50,000, 60,000 രൂപയ്ക്ക് സാധനങ്ങൾ എടുക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിൽ വാങ്ങി ഉപയോഗിക്കുക. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ നിങ്ങൾ ഒരു കാരണക്കാരാവുക. എന്നിട്ട് അതിന്റെ ബെനിഫിറ്റ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ ഷെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മേടിക്കാം. ഇപ്പൊ വെൽത്ത് ട്രാക്ക് എന്ന് പറഞ്ഞാല് അങ്ങനെ കൊടുക്കുന്ന എന്നെ പോലെയുള്ള രാജീവ് സാറിനെ പോലെയുള്ള ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ പോലെയുള്ള. അപ്പൊ ഞാനൊക്കെ ഡയമണ്ട് പൊസിഷനിൽ, ഞാനൊക്കെ സീനിയർ സ്റ്റാർ ഡയമണ്ട് ആയിരിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മറ്റ് കമ്പനികളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള പ്രോഫിറ്റ് ഷെയർ എനിക്ക് ഇവിടെ കിട്ടുകയാണ്. ഇത് എല്ലാവർക്കും കിട്ടും. അല്ലാതെ നമ്മളിത് ചെയ്തുകൊണ്ട് അങ്ങ് മറ്റു കമ്പനിക്കാർ പറയുന്നത് മാതിരി അപ്ലൈൻമാര് ഞാൻ ചെയ്തിട്ട് മുകളിലുള്ളവർ കൊണ്ടുപോകാം, എങ്ങും കൊണ്ടുപോകത്തില്ല. അങ്ങനെയാണെങ്കിൽ രാജീവ് സാറിന്റെ ഡൗൺലൈനിലാണ് ബീഹാറിലെ ക്രൗൺ അംബാസഡർ. എന്നാ കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആർക്കാണോ ഇന്ന് എന്നെ കേൾക്കുന്ന ഒരാള് നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന ആളിന്റെ അടുത്ത് നിങ്ങളുടെ ഈ മാർക്കറ്റിംഗ് പ്ലാൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, മാർക്കറ്റിംഗ് പ്ലാന്റെ ക്ലാസ്സുകളും പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകളും നിങ്ങൾ കേൾക്കാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ പറയുന്ന മെയിൻറ്റെയിൻ 20,000 PGPV വളരെ ഈസിയാണ്. 5,000 പേഴ്സണൽ പോയിന്റ് വളരെ ഈസിയാണ്. അങ്ങനെ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ അച്ചീവ് ചെയ്ത് നിങ്ങൾക്കൊരു QSD ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ടുകൾ ആകാൻ പറ്റും. തുടക്കക്കാർ 6 മുതൽ 21% വരെ വരുമ്പോൾ അവരെ മെമ്പർ എന്നാണ് പറയുക. അവര് സ്റ്റാർ ഏജന്റ് 25% QSD ആകുമ്പോൾ അവര് 3,000 പേഴ്സണൽ PV 45,000 പോയിന്റിന്റെ പർച്ചേസും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ 3 സ്റ്റാർ ഏജന്റുകൾ ഒരാളുടെ കൂടെ വരുമ്പോൾ അവര് സ്റ്റാർ റൂബി എന്നാണ് അറിയപ്പെടുക. അങ്ങനെ 3 QSA വന്ന സ്റ്റാർ റൂബി ആകുമ്പോൾ അവർക്ക് 1,35,000 രൂപ കമ്പനി ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 6 സ്റ്റാർ ഏജന്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡയമണ്ടുകൾ എന്നാണ് പറയുക. ഡയമണ്ടുകൾ ആയി കഴിഞ്ഞാൽ, ക്വാളിഫൈഡ് ഡയമണ്ടുകൾ ആയി കഴിഞ്ഞാൽ 37% ആണ് നിങ്ങളുടെ ബോണസ് കൊടുക്കുക. ധാരാളം, ഇത് മാത്രമല്ല, ധാരാളം 9 ഇനം വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. ധാരാളം വരുമാനങ്ങളും ഇഷ്ടം പോലെ കൈനിറയ സമ്മാനങ്ങളും ഒക്കെ വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ് DXന്റെ മാർക്കറ്റിംഗ് പ്ലാൻ. അത് സിംബ് എന്നും IOC എന്നും അറിയപ്പെടുന്നുണ്ട്. ഏത് തരത്തിലായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ആഗ്രഹങ്ങളെ ഗോളാക്കി എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ അതിന്മേൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈസിയാണ്. നിങ്ങൾ 3,000 ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കൂടെ ഒരു 6 പേരെ നിങ്ങൾ കൊണ്ടുവന്ന് അസോസിയേറ്റ് ചെയ്ത് അവരെ മീറ്റിങ്ങുകൾ കേൾപ്പിച്ച്, മീറ്റിങ്ങുകൾ കേൾക്കാനും പഠിക്കാനും തയ്യാറായിട്ടുള്ള ആളുകൾ, അല്ലാതെ വിദ്യാഭ്യാസമോ ആണോ പെണ്ണോ കുഞ്ഞോ വലുതോ ഒന്നുമല്ല, 18 വയസ്സ് കഴിഞ്ഞ ആർക്കും വീട്ടിൽ ഇരുന്നു കൊണ്ട് പോലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സിസ്റ്റമാണ് നമ്മുടേത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ആദ്യ മാസം തന്നെ നിങ്ങൾ 15% ആവുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കൂടെ ഒരു
ഒരു ടീം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പറയുന്ന എല്ലാ വരുമാനങ്ങളും നിങ്ങൾക്ക് കിട്ടും. കമ്പനിയുടെ ഏറ്റവും നല്ല വരുമാനം എന്നാണ് ലീഡർഷിപ്പ് ബോണസ്. അതായത് ഒരു കമ്പനിയിൽ നിന്ന് ഒരു കൺസ്യൂമറിലേക്ക് ഒരു സാധനങ്ങൾ എത്തുമ്പോൾ ഇവിടെ കമ്പനിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് സാധനങ്ങൾ എത്തുന്നു. അങ്ങനെ അതിന്റെ ഒരു കോസ്റ്റ്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഉണ്ട്, അതുപോലെ MRP പ്രൈസ് ഉണ്ട്. അങ്ങനെ കൊടുക്കുന്ന 20% ഓൺ ദ സ്പോട്ട് കമ്മീഷനാണ്. പോരാത്തതിന് 71% റിട്ടേൺ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് തിരിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ. അപ്പൊ ചിലവരോട് നമ്മൾ ചോദിക്കുമ്പോൾ പല എന്താണ് ഇത് കാണും, ഈ ആയുർവേദത്തിന്റെ ഒക്കെ മെഡിക്കൽ റെപ്പുകൾ കാണും, അവർക്ക് ഇത്ര ശതമാനം ഇന്ന ആശുപത്രി കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ ബ്രഹ്മി സിംഗിൾ ഹെർബ് പ്രൊഡക്റ്റുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. അശ്വഗന്ധ ആയാലും ബ്രഹ്മി ആയാലും നീമ തുടങ്ങി ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്. നിങ്ങൾ ഷോപ്പുകളിൽ പോവുക, സ്റ്റോക്ക് പോയിന്റുകളിൽ പോവുക, നിങ്ങളെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുക, നിങ്ങളുടെ അപ്ലൈന്റെ സഹായം തേടുക, എന്താണ് ഇതെന്ന് പഠിക്കുക പ്രിയപ്പെട്ടവരെ. ഒരു സൈഡ് ഇൻകം, ഏറ്റവും ജെനുവിൻ ആയിട്ട് സത്യസന്ധമായിട്ട് ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ എന്നെ കേൾക്കുന്ന എല്ലാവരും വില്ലിങ് ആവണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഈ 9 തരത്തിലുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കുവാനും ഇത് സഹായകമാകും. അതുവഴി നിങ്ങൾക്ക് വിദേശ യാത്രകളടക്കം ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതം സുരക്ഷിതത്വമാകും. അങ്ങനെ 20 ഡയമണ്ടുകൾ നമ്മളോടൊപ്പം വരുമ്പോഴാണ് നമ്മുടെ ക്രൗൺ അംബാസിഡർ ആവുക. നമ്മുടെ രാജീവ് സാറിന്റെ ക്രൗൺ അംബാസിഡർ ആണ് ധർമ്മശീല മാഡം. കാരണം ഇത് ഹെൽത്തി ജനറേഷൻ ആണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും നമ്മുടെ കുടുംബത്തിലെ ഒരു നല്ല സപ്പോർട്ട് കൊടുക്കാൻ സ്ത്രീകൾക്ക് കഴിയും. സ്ത്രീകൾക്ക് മാത്രമാണ് മൾട്ടി ടാസ്കിങ് ഫെസിലിറ്റി ഒരു അറിയാവുന്നത്. ഒരേ സമയം തന്നെ അല്ലെ അമ്മയുടെയും അതുപോലെ അമ്മുമ്മയുടെയും പെങ്ങളുടെയും ഭാര്യയുടെ ഒക്കെ റോള് ചെയ്യാൻ പറ്റുന്ന പല തട്ടില് മണി മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന വീട്ടിലത്തെ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമാണ് സ്ത്രീകള്. നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടില് ഏറ്റവും നല്ല ഐശ്വര്യമായിട്ട് ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ കുടുംബത്തോടൊപ്പം, ഇതൊരു ഫാമിലി ബിസിനസ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. അങ്ങനെ ഞാൻ ചെയ്തതിന്റെ ഫലമായിട്ട് എനിക്കും ഹസ്ബൻഡും എന്നെ കേൾക്കുന്ന കുറെ ലീഡേഴ്സ് ഇതിനകത്തുണ്ട്. ഇവിടെയൊക്കെ എന്റെ അപ്ലൈ ലീഡേഴ്സ് ആണ്. എനിക്ക് ഒത്തിരിയും സഹായങ്ങൾ എന്നെ ഇവിടെ ആക്കി തന്നിട്ടുള്ള എന്റെ മിനി ടീച്ചറിനെ ഞാൻ ഓർക്കുന്നു. ഈ ട്രെയിനിങ്ങുകളിലൂടെ എന്നെ ഇതാക്കി തന്നിട്ട് കലഞ്ഞൂർ മനോജ് സാറിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ രാജീവ് സാറായാലും ബിനീഷ് സാറ്, അതുപോലെ സിറാജുദ്ദീൻ സാർ, ഏത് സമയത്ത് സഞ്ജയ് സാർ ഇവരൊക്കെ വിളിച്ചാൽ ഏത് സമയത്തും നമുക്ക് സപ്പോർട്ടാണ്. ഇവൻ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് അല്ലെങ്കിൽ കൂടി ക്രോസ് ലെഗുകൾ ഇപ്പൊ എടുത്തു പറയേണ്ട കുറേ അധികം വ്യക്തിത്വങ്ങളുണ്ട്. ലീലാമ്മ ടീച്ചർ ആയാലും അതുപോലെ ഒത്തിരി ആളുകൾ, ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന സൂമം, അങ്ങനെ ഒത്തിരി ആളുകൾ, LC മാഡം, അങ്ങനെ ഒത്തിരി ആളുകൾ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ ആരെങ്കിലും വിട്ടുപോയെങ്കിലോ ആണ്. ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കിയാൽ അറിയാം, ഡോക്ടർ ലിമ്മിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ ഫോട്ടോ, ഇതൊക്കെ നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണ് പ്രിയപ്പെട്ടവരെ. എന്റെ ഈ ഫോട്ടോ ഞാൻ സ്ലൈഡ് നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ധാരാളം റെക്കഗ്നൈസേഷൻ പ്രോഗ്രാമുകൾക്ക് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് തന്നെ കേരളത്തിലുള്ള അങ്ങും ഇങ്ങും ഉള്ള ആളുകൾ ഇന്ന് എന്റെ ഈ പ്രോഗ്രാം കാണുന്നെങ്കിൽ അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഇതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന DXN ആണ്. ഞാൻ ഇവിടെയും ചെയ്യുന്നത് എന്റെ ജോലിയാണ്. ഞാനൊരു ടീച്ചറാണ് ബേസിക്കലി. എനിക്ക് ഇവിടെയും ഇതെനിക്ക് ചെയ്യാൻ പറ്റും. അതുവഴി എനിക്കൊരു നല്ല ഏർണിംഗ്, എനിക്ക് എന്റെ ഹെൽത്തും വെൽത്തും അതുപോലെ ഹാപ്പിനെസ്സും ധാരാളം. ഇപ്പം ഞാൻ ഫോട്ടോ കണ്ടില്ലേ, രാജീവ് സാറ് പറഞ്ഞല്ലോ നമ്മൾ വിദേശത്തൊക്കെ പോയെന്ന്. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം തന്നെ അങ്ങനെയുള്ള കുറെ ഫോട്ടോസുകളാണ്. മനോജ് സാറിനെയും മിനി ടീച്ചറും ഒക്കെ അപ്ലൈ നിൽക്കുന്നു. അന്ന് എന്റെ സ്റ്റാർ ഏജന്റ് ആയിട്ടില്ല ഷീല ടീച്ചർ, ആ ടീച്ചറാണ് ഇപ്പൊ എന്റെ ഡയമണ്ട് ആയിട്ടുള്ളത്. അങ്ങനെ ധാരാളം വ്യക്തിത്വങ്ങൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നമ്മുടെ ഡയമണ്ടുള്ള മഞ്ജുഷ മാഡം, അങ്ങനെ ഒത്തിരി ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. ഇവരെല്ലാം ഇതിനകത്ത് ഏതാണ്ട് നമ്മുടെ ദുബായ് പ്രിൻസ്, നമ്മുടെ ഡോക്ടർ ലിമിനോടൊപ്പം, നമ്മുടെ മാനേജ്മെന്റ് ടീമിനോടൊപ്പം നമ്മുടെ കോഡിസഫിന്റെ കോഫിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ രംഗം നിങ്ങൾ നോക്കുക. ഇതെല്ലാം താഴെ കാണുന്ന പ്രോഡക്റ്റിന്റെ മഹത്വം മാത്രമാണ്. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ധാരാളം മാർക്കറ്റിംഗ് പ്ലാനിന്റെ ബുക്കുകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ IOC പ്ലാൻ അനുസരിച്ച് 20,000 അല്ലെങ്കിൽ 23,000 രൂപ നിങ്ങൾ എടുത്ത് നിങ്ങൾ IOC പ്ലാൻ അനുസരിച്ച് ഈ ബുക്ക് നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. പെട്ടെന്ന് ഇൻകം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലോകമെമ്പാടും ഫ്രാഞ്ചൈസി, നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ ഏത് സ്ഥലത്തും ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവസരമാണ് DXN തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കമ്പനിയുടെ
മാർക്കറ്റിംഗ് പ്ലാൻ, ഈ മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഒക്കെ ബുക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വാങ്ങുക. അതുപോലെ മാർക്കറ്റിംഗ് പ്ലാനിന്റെ ചെറിയ വകുപ്പുകൾ, നമ്മുടെ സിമ്പിളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇത് പഠിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് ഇത് കാണിക്കുക. ഇത് നമ്മുടെ കമ്പനിയുടെ കാറ്റലോഗുകളാണ്. ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് സമയമായി. രാജീവ് സാർ, ഞാൻ എന്റെ പ്രസന്റേഷൻ നിർത്തുകയാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. രാജീവ് സാർ.